ഞാൻ കുറച്ചു നേരം കൂടെ കഴിഞ്ഞാ പോകും കേട്ടോ. ഇത്ര പെട്ടെന്നോ തമ്പുരാട്ടി? രാം സാറിന്റെ വീട്ടില് നിങ്ങൾ കൊണ്ടുപോയി സുബൈ ആക്കിയിട്ട് വരുമെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതൊക്കെ അവിടെ എത്തുമ്പോ നിനക്ക് മനസ്സിലായിക്കോളും. അതല്ല, ഞാനെന്തിനാ ഇവിടെ അയാളുടെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുന്നേ? ഇവളെ ദത്തെടുക്കാൻ ആരോ തയ്യാറായി വന്നിട്ടുണ്ട്. അവരെ ഏൽപ്പിക്കാനാ കൊണ്ടുപോകുന്നേ. ദത്തെടുക്കാനോ? മുത്തശ്ശ, നിങ്ങൾ എന്തേ പറയുന്നേ? സുബിയെ ശ്രീറാം ദേശായി സാറിന് കൊടുത്തതല്ലേ നമ്മള്? പിന്നെന്തിനാ വേറൊരാൾക്ക് ദത്ത് കൊടുക്കുന്നേ? അത് നിന്നോട് പറയണോ? നീ വാ സുബി. ഇല്ല, ഞാൻ വരില്ല. ഗ്രാൻഡ്പാ, ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഗ്രാൻഡ്പാ. ഇവള് റാം സാറിന്റെ വീട്ടിൽ ഹാപ്പി ആണല്ലോ. പിന്നെന്തിനാ വേറെ ആൾക്കാർക്ക് ദത്ത് കൊടുക്കുന്നേ? ഡാ, നീ വായടക്കടാ. തെറ്റി ശരിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട കേട്ടോ. റാം ദേശായി സാറിന് ഇവളെ ദത്ത് കൊടുത്തോ? അവര് ദത്തെടുക്കാൻ തയ്യാറാണല്ലോ. അവൻ എന്തിനു കൊടുക്കണം? എന്നെ പേടിപ്പിച്ച് ഭീഷണിപ്പെടുത്തിയാ ഇവളെ അവര് കൊണ്ടുപോയത്. അല്ലാതെ ഞാൻ എന്റെ ഇഷ്ടത്തിന് അവളെ അങ്ങോട്ട് പറഞ്ഞയച്ചതല്ല. മുത്തശ്ശ, ഞാൻ ആ വീട്ടിലേക്ക് പോയിക്കോളാം. അവിടെ സീതമ്മ വളരെ നല്ലവളാ. ഞാൻ അവരുടെ കൂടെ പോയിക്കോളാം. ആരാ നല്ലത് ആരാ ചീത്ത എന്നൊക്കെ നിനക്കറിയാവോ? നിന്നെ വളർത്തിയത് ഞാനാ, എനിക്കറിയാം. നീ ഇങ്ങോട്ട് വാ. ഞാൻ വരില്ല മുത്തശ്ശ. ഇങ്ങോട്ട് സുബി വരാൻ. ഞാൻ വരില്ല. അയ്യോ, ഇനി എന്താ ചെയ്യാ? ഞാൻ ഉടനെ തന്നെ അശോക് സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം. ഹലോ അശോക് സാറേ, ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട് സാറേ. സുബി എങ്ങോട്ടാ മുത്തച്ഛൻ കൊണ്ടുപോയി പറ. അറിയില്ല സാറേ. സാറേ, ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ടും സുബി വരില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ടും ഗ്രാൻഡ്പാ ബലമായിട്ടാ കൊണ്ടുപോയേ. എടാ, ആ സ്വാമി പ്ലാൻ ചെയ്തിട്ട് സുബി എങ്ങോട്ട് കൊണ്ടുവന്നതാ. ഇനിയിപ്പോ എന്താണ് ചെയ്യുക? ഇത്രയും ദിവസം നിങ്ങൾ മുത്തച്ഛൻ്റെ കൂടെ ആയിരുന്നില്ലേ? ആരെങ്കിലും ഈ വീട്ടിലേക്ക് വരുന്നതോ പോകുന്നതോ അല്ലെങ്കിൽ ആരോടെങ്കിലും മുത്തച്ഛൻ ഫോണിൽ സംസാരിക്കാൻ നിങ്ങൾ കണ്ടിരുന്നോ? ഒരു ദിവസം പോലീസ് വന്നായിരുന്നു സാറേ. മുത്തശ്ശൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു സാറേ. അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളോട് നേരത്തെ പറയുമായിരുന്നു. എടാ, വാ നോക്കാം, വാ. ഇതെന്താ ഇത്? അത് അസ്ഥിയാ സാറേ. ആരുടെയാ? ആരുടെയാന്ന് അറിയില്ല. ഇതെവിടെ നിന്ന് കിട്ടിയതാ? അത് അമ്പലത്തിൽ വെച്ച സാറേ. അന്ന് എന്താ ഉണ്ടായെന്ന് വെച്ചാ, ജാക്ക് ചേട്ടാ, ഇവിടെ ഒരു ബാഗ് ഉണ്ടല്ലോ. എടുത്തോ എടുത്തോ. ഇത് ഞാൻ എടുക്കുക. മര്യാദക്ക് എന്റെ കൂടി ഇങ്ങ് വന്നോ. എന്റെ കൈന്ന് വിട് മുത്തശ്ശ, എന്റെ കൈന്ന് വിട്. എനിക്ക് സീതമ്മയുടെ അടുത്ത് പോണം.
ആ, ഇങ്ങോട്ട്. സീതമ്മ സീതമ്മ സീതമ്മ, നിനക്ക് ഇന്ന് വേറെ അച്ഛനെ അമ്മേനെ കിട്ടും. എനിക്ക് വേണ്ട, ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല. വരില്ലേ? എന്നാ നീ വരണ്ട. ആ രാംദേശായിയുടെ വീട്ടിൽ പോയതിനു ശേഷം നിനക്കും അവനെ പോലെ സ്വന്തം കാര്യം മാത്രമേ ഉള്ളൂ. പണക്കാരുടെ കൂടെ താമസിച്ച എല്ലാ കാര്യങ്ങളും മാറും അല്ലേ? ആയിക്കോട്ടെ, നീ അങ്ങോട്ട് ചെല്ല്. പക്ഷേ ജാക്കിയെയും കാവിരിയെയും കുട്ടിലിംഗത്തെയും. ജാക്കി ചേട്ടനെയും കാവേരി ചേച്ചിയും കുട്ടിലിംഗത്തിനെ എന്ന് വെച്ചാ എന്താ മുത്തശ്ശ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അവരെ എങ്ങോട്ടെങ്കിലും അയക്കും ഞാൻ. നശിച്ചു പോട്ടെ, എനിക്കെന്നാ. മുത്തശ്ശ, നിങ്ങൾ എന്താ പറയുന്നേ? അങ്ങനെയൊന്നും ചെയ്യാൻ പിന്നെ പാടില്ല. നീ ശ്രീരാം ദേശായിയുടെ വീട്ടിലാ താമസം. നിനക്കൊന്നും ചെയ്യണ്ടല്ലോ. ഞങ്ങൾ എന്തായാലും നിനക്കെന്താ? അങ്ങനെയൊന്നും പറയില്ലേ മുത്തശ്ശ. പാവ അവർക്ക്, നിങ്ങളല്ലാതെ വേറെ ആരാ അവിടെ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ മര്യാദക്ക് ഞാൻ പറയുന്നത് കേട്ടോണം കേട്ടോ. ആ ശ്രീരാം ദേശായി സീതമ്മേനെയൊക്കെ മറന്ന് നിന്നെ വളർത്തുന്നത് ആരാണോ അവരുടെ കൂടെ നിൽക്കണം കേട്ടോ. ഹലോ സാറേ. അതെ സാറേ, കുട്ടി എൻ്റെ കൂടെ തന്നെയുണ്ട്. ലോയറുടെ ഓഫീസിന്റെ അടുത്ത് തന്നെയുണ്ട് സാറേ. ശരി സാറേ. മുത്തശ്ശ, എനിക്ക് ഫോണൊന്ന് തരാമോ? എനിക്ക് ശ്രീരാം ദേശായിനോട് ഒന്ന് സംസാരിക്കണം. ഒന്ന് ഫോൺ തരുമോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങോട്ട് നടക്ക്. ആ ജാക്കിയും കാവേരിയും കുട്ടിലിംഗും ഒക്കെ സുഖമായിട്ടിരിക്കണമെങ്കിൽ നീ ഇനി ഒരു അക്ഷരം മിണ്ടിപ്പോരുത്. ആ പുതിയ അച്ഛന്റെ അമ്മയുടെയും കൂടെ പോയിക്കോണം നീ. ഇല്ലെങ്കിൽ അവരെ നീ അങ്ങ് മറന്നേക്ക്. എടാ നീ എന്താണ് ചെയ്യുന്നത്? വേഗം വാടാ. രാമ, നീ എങ്ങോട്ടാ പോകുന്നേ? എങ്ങോട്ടാ പോകേണ്ടതെന്ന് അറിയോ നിനക്ക്? എനിക്കറിയില്ല അശോക. പിന്നെ എടാ എനിക്ക് എന്താ ചെയ്യണമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എടാ, ദത്തെടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ലോയർ ഓഫീസിൽ പ്രൊസീജിയർ നടക്കുന്നുണ്ടാവും. ബട്ട് ഏത് ലോയർ ഓഫീസറാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ അവനെ ആ സ്വാമി എന്ന് വിളിക്കട്ടെ. ഇയാളെന്താ ഫോൺ കട്ട് ചെയ്യുന്നേ? നീ ഒന്നുകൂടെ വിളിക്കേ. ഷിറ്റ്. ഓ ഗോഡ്. ആരാ മുത്തശ്ശ ഫോണില്? അതൊക്കെ നിന്നോട് പറയണോ? മുത്തശ്ശ, എനിക്ക് ഫോൺ താ. എനിക്ക് സീതമ്മയോട് ഒന്ന് സംസാരിക്കണം. ഫോണും ഇല്ലൊരു കുന്തവും ഇല്ല. നടക്ക്. ഇല്ല, എനിക്ക് സംസാരിച്ചേ പറ്റൂ. താ. വാശി പിടിക്കാൻ നിൽക്കല്ലേ നീ. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ മറന്നോ നീ? മേ ഐ കം ഇൻ സർ? ആ വരൂ സർ. ദേ കണ്ടോ, ഇവരാ കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാൻ വന്നവര്. നമസ്കാരം. ഇവളാ എൻ്റെ കൊച്ചുമോള്. മിടിക്കുക ഇവള്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ ദയ കൊണ്ട് ഇവളുടെ ജീവിതത്തിൽ നല്ലത് സംഭവിച്ചാ എനിക്ക് അത്രമാത്രം മതി. സിഹി, നീ എവിടെയാ ഉള്ളത്? നിനക്ക് എന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. വാ, എന്നെ രക്ഷിക്കേ. സുബി, നീ എന്താ ഇവിടെ ചെയ്യുന്നേ?
മോള് നല്ല സുന്ദരിയാണല്ലോ. അതെ, സുന്ദരി കുട്ടിയാ. എനിക്ക് ഈ മോള് ഒരുപാട് ഇഷ്ടമായി. ഇനി ഇവളെ അഡോപ്റ്റ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി. ഓ, നിന്റെ മുത്തശ്ശൻ ഇവർക്ക് നിന്നെ ദത്ത് കൊടുക്കാൻ വന്നതാണോ? എന്റെ അച്ഛനെ ചതിക്കാൻ നോക്കുവാണോ? ഡോൺ വരി സുബി, ഞാനിവിടെ എത്തിയല്ലോ. ഞാനൊരു വഴിയുണ്ടാക്കാം. സിഹി വാ. ആ, എന്നെ വീട്, ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. ശ്യാമംഗളും ശാലിനി ആന്റിയും എന്നെ അന്ന് കൊണ്ടുപോകാൻ നോക്കിയപ്പോ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. സുബിക്കും ഇപ്പൊ അങ്ങനെ തോന്നുന്നുണ്ടാവും. അങ്ങനെ ആവരുത്. പ്ലീസ് ആഞ്ജനയ, നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. എടാ, നീ ഇങ്ങനെ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാ എനിക്കറിയില്ല അശോക. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ സുബി എവിടെങ്കിലും വെച്ച് കണ്ടാലോ? അശോക, എന്തു പറ്റിയാ? എന്താന്നറിയില്ലടാ. അയ്യോ, വണ്ടി പഞ്ചറായാലോ? എന്ത് കഷ്ടമാടാ ഇതൊക്കെ. മോളുടെ പേരെന്താ? സുബലക്ഷ്മി എന്നാ. നല്ല രസമുള്ള പേരാണല്ലോ. എന്താ ഇവളൊന്നും പറയാത്തെ? മോളെ, പേടിച്ചിട്ടാണോ? പേടിക്കണ്ട കേട്ടോ. നീ ഇനി മുതൽ ഞങ്ങളുടെ വീട്ടിലാവുമല്ലോ. ഞങ്ങൾ നിന്നെ നന്നായി നോക്കിക്കോളാം. പുതിയ ആളുകളായോണ്ട് അങ്ങനെ. കുറച്ച് കഴിയുമ്പോ ശരിയായിക്കോളും. നീ എന്നെ പറ്റിക്കുന്ന ഞാൻ കരുതിയേ. ശേ, ഞാൻ അത്തരക്കാരനല്ല സാറേ. അതെനിക്കറിയാം. നിന്റെ ജീവിതത്തിൽ ചെയ്ത നല്ലൊരു കാര്യമല്ലേ ഇത്? റാം, എടാ അശോക്, ഇതൊക്കെ എന്താടാ? അവിടെയാണെ സ്വാമി സുബിയെ വേറെ ആർക്ക് കൊടുക്കാൻ പോകുന്നു. ആർക്കാ, എവിടെ, ഏതാ, അവരുടെ അഡ്രസ് പോലും നമുക്കറിയില്ല. ഫോൺ ചെയ്തിട്ട് അയാൾ ഫോൺ എടുക്കുന്നില്ല. നശിച്ച ടയറിന് ഇപ്പോഴാണോ പഞ്ചറാവാൻ കണ്ടേ? എടാ, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. സീത എങ്ങാനും സുബി ഇല്ലാത്ത കാര്യം അറിഞ്ഞാ ഞാൻ എന്താടാ അവരോട് പറയുക? എടാ, നീ ടെൻഷൻ ആവല്ലേ. ആദ്യം നമുക്ക് ടയർ ചേഞ്ച് ചെയ്യാം. ഏയ്, എടാ സീത വിളിക്കുന്നു. ഫോൺ എടുത്തിട്ട് നീ എന്തെങ്കിലും പറ. ഞാനിപ്പോ എന്ത് പറയാനടാ? എടാ, നീ ഫോൺ എടുത്ത് സംസാരിച്ചില്ലെങ്കിൽ സീത ചിലപ്പോ വീട്ടിലേക്ക് വിളിക്കും. മുത്തശ്ശിയെ, പ്ലീസ് റാ, ഫോൺ എടുത്ത് നീ എന്തെങ്കിലും ഒന്ന് പറ. ഹലോ, ഹലോ സീത. ഹലോ റാം, നിങ്ങൾ എവിടെയാ ഉള്ളത്? നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞോ? വീട്ടിലേക്ക് പോയിരുന്നോ? സിഹ ഇങ്ങോട്ട് കൊണ്ടുവരുന്നില്ലേ? ഹലോ റാം, ഹലോ. എന്താ റാം, എന്താ ഒന്നും പറയാത്തത്? ഹലോ അശോക്, റാം എന്താ ഒന്നും പറയാത്തത്? അയ്യോ സീത, ഒന്നും പറയണ്ട. അച്ഛനും മകളും കൂടെ എന്തോ കളിച്ചോണ്ടിരിക്കുക. ഇപ്പോ ഭൂമി കുലുങ്ങിയാ പോലും
ഇവരത് അറിയാൻ പോകുന്നില്ല. ഏത് എങ്ങോട്ട് നോക്ക്, രണ്ടാളും എങ്ങോട്ടാ ഓടുന്നേ? അതുകൊണ്ടാ ഫോൺ ഞാൻ എടുത്തത്. ഓ ആണോ? ഞാൻ ആകെ പേടിച്ചോ, എന്തൊക്കെയോ കരുതി ഞാൻ. നിങ്ങളിത് എന്താ സീത, കൂളായിട്ടിരിക്കേ. ഞങ്ങൾ വേഗം അങ്ങോട്ട് വരാം. ശരി, സിഹിയോട് അധികം ഓടിക്കളിക്കണ്ടെന്ന് പറയണം. അച്ഛനെയും അമ്മയും ബുദ്ധിമുട്ടിക്കരുതെന്നും പറയണം. ഓക്കെ ഓക്കെ, ബൈ സീത. ഓക്കെ, വേഗം വരൂ. എടാ, സീതയാണെങ്കിൽ സുബിയെ ഇപ്പൊ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഓൾ ഓഫ് എ സഡൻ വീട്ടിലേക്ക് പോകുമ്പോ സുബി ഇല്ലെന്ന് പറഞ്ഞ സീതയ്ക്ക് ഞാനിപ്പോ എന്ത് മറുപടി കൊടുക്കും? എടാ, കണ്ടെത്താം, സുബിയെ വേഗം കണ്ടെത്താം. അല്ലടാ, ആ സ്വാമി സുബിയെ ഏതോ ഫോസ്റ്റർ പേരൻസിന് കൊടുക്കാൻ പോയെന്ന്. അവിടെ സുബി അവരെയൊക്കെ അമ്മയും അച്ഛനോട്ട് അക്സെപ്റ്റ് ചെയ്യുമോ? സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂടാ അവക്ക്? ഇല്ല രാമ, അതിന് പറ്റില്ല. കണ്ടെത്താം, എത്രയും പെട്ടെന്ന് സുബിയെ നമുക്ക് കണ്ടെത്താം. നമുക്ക് വേഗം ടയർ ചേഞ്ച് ചെയ്തിട്ട് പോവാം. ഓക്കെ? വരാമോ, പോവാം. എങ്ങോട്ട്? എടാ, നീ വെറുതെ ടെൻഷൻ ആവല്ലേ. സുബിയെ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താം. ആഘോഷ് അങ്കിൾ, വിസിറ്റിംഗ് കാർഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. അച്ഛാ, നിങ്ങളെങ്കിലും ഒന്ന് നോക്ക്. രാമ, എന്താടാ? എടാ നോക്ക്, ഇതേതോ ലോയറിന്റെ വിസിറ്റിംഗ് കാർഡാ. ആ സ്വാമി സുബിയെ ഇങ്ങോട്ട് കൊണ്ടുപോയതാകൂ. എടാ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലോയറിന്റെ വിസിറ്റിംഗ് കാർഡ് ഇവിടെ എങ്ങനെയാടാ വന്നേ? ഇതാ അഡ്രസ് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? എനിക്കറിയില്ല രാമ. ദിക്കും ദിശയില്ലാതെ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് പോവാം. അച്ഛാ, ആ വിസിറ്റിംഗ് കാർഡിലുള്ള അഡ്രസ്സിലേക്ക് പോ. അവിടെ സുബി ഉണ്ട്. ശരി അശോക, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വാ. സിഹി എങ്ങനെ രാംദേശനോട് പറയാ ഞാൻ ഇവിടെ ഉള്ളതെന്ന്? അവരെന്നെ അന്വേഷിച്ച് വരുവോ? നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? സുബിയെ കാണാഞ്ഞിട്ട് വിഷമുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് പോയിട്ട് ഇപ്പൊ മറ്റൊരാളുടെ കൂടെ പറഞ്ഞേക്കാൻ പ്ലാൻ ചെയ്യാ? നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? നോക്ക്, ഇതൊന്നും ഒട്ടും ശരിയല്ല. സുബിയെ ഞങ്ങളുടെ കൂടെ വിട്ടേക്ക്. നടക്കില്ല.
നിങ്ങളുടെ കൂടെ അവളെ പറഞ്ഞയക്കില്ല ഞാൻ.